നമസ്കാരം. അമ്മയും മക്കളും എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ആദ്യമേ ഒരു നന്ദി പറയാം. കാരണം കഴിഞ്ഞ എൻ്റെ വീഡിയോ ഒരുപാട് ആൾക്കാർ കാണുകയും പുതിയ ആൾക്കാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ ഇനിയും എൻ്റെ വീഡിയോകൾ എല്ലാവരും കാണണം. പുതിയതായിട്ട് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ചാനൽ കാണണം, ലൈക്ക് തരാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ കോഴി വളർത്തലിൽ ഏറ്റവും കൂടുതൽ ലാഭം വരാനുള്ള ചാൻസ് ഉള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ കോഴി കർഷകരെല്ലാവരും ഇത് ചെയ്യുന്നതാണെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം കോഴി വളർത്തൽ ലാഭത്തിലെത്തിക്കാൻ ഞാൻ ചെയ്യുന്നത് ഇതാണ്. അപ്പോൾ ഒരിക്കലും ഒരു പരാജയം ഒരു കോഴി കർഷകന് ഉണ്ടാവില്ല. അത് ഭൂരിഭാഗം കർഷകർക്ക് ഇത് അറിഞ്ഞൂടാ. ചെറിയ കർഷകർക്ക്, വലിയ കർഷകർക്ക് അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ചെറിയ കർഷകരൊന്നും അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. നമ്മളിപ്പോൾ ഓരോ കോഴികളെ മേടിച്ച് വളർത്തുമ്പോഴും അതിന് എത്ര തീറ്റ കൊടുക്കണം, അതേ അളവിലുള്ള തീറ്റകളെല്ലാം കൊടുത്ത് അവർ വളർത്തും. പക്ഷേ ഇപ്പോഴത്തെ തീറ്റ ചിലവ് വെച്ച് നോക്കുമ്പോൾ അത് വളരെ നഷ്ടത്തിലായിരിക്കും അവസാനം കലാശിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് മറികടക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ തോന്നും വെറുതെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോയ്ക്ക് വേണ്ടി വെറുതെ പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണെന്ന് ചിലർക്കെങ്കിലും തോന്നാം. പക്ഷെ അങ്ങനെയല്ല, വെറുതെ പറയുന്ന ഒരു കാര്യമല്ല. ഞാൻ എൻ്റെ കോഴികളിൽ പരീക്ഷിച്ച് വിജയം കണ്ട് ഇപ്പോഴും ആ വിജയം തുടർന്നുകൊണ്ട് പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കോഴിയെ വാങ്ങിക്കുന്നു, അതായത് നമ്മൾ BV3 കോഴിയോ അല്ലെങ്കിൽ കൈരളി കോഴിയോ അല്ലെങ്കിൽ ഗ്രാമശ്രീയോ രാമലക്ഷ്മിയോ അങ്ങനെയുള്ള ഏത് ഇനം കോഴിയെ വാങ്ങിച്ചാലും അതിനൊരു വളർത്തൽ രീതിയുണ്ട്. അതായത് ഈ കോഴിക്ക് ഇത്ര തീറ്റ ഒരു ദിവസം കൊടുക്കണം എന്നുള്ള ഒരു കണക്കുണ്ട്. അപ്പോൾ നമ്മൾ BV380 കോഴി എടുക്കുകയാണെങ്കിൽ അതിന് മുട്ടയിടുന്ന പ്രായം മുതൽ നമ്മൾ മുട്ടയിട്ട് തീരുന്ന ആ കാലയളവ് വരെ നമ്മൾ അതിന് കൊടുക്കേണ്ട തീറ്റയെന്ന് പറയുന്നത് 120 ഗ്രാം തീറ്റയാണ് ഒരു ദിവസം കൊടുക്കേണ്ടത്. അപ്പോൾ കമ്പനി പറയും അത് പാക്കറ്റ് ഫുഡ് തന്നെ, അതായത് ലെയർ മാഷ് ഫുഡ് തന്നെ അതിന് കൊടുക്കണം, വേറെ ഒരു തീറ്റയും അതിന് കൊടുക്കാൻ പാടില്ല എന്നാണ് പൊതുവേ പറയുന്നത്, അല്ലേ? അതൊരു പരിധി വരെ ശരിയാണ്. അതായത് ലെയർ മാഷ് കൊടുക്കാതെ കോഴികൾ മുട്ടയിടില്ല, അത് സത്യം തന്നെ. മുട്ടയിടും, പക്ഷേ 10 മുട്ട കിട്ടേണ്ടിടത്ത് നമുക്ക് കിട്ടുന്ന 3 മുട്ടയോ 4 മുട്ടയോ മാത്രമേ കിട്ടുള്ളൂ. അതിപ്പോൾ നമ്മൾ BV380 മാത്രമല്ല, നമ്മൾ കൈരളിക്കായാലും നമ്മൾ ലെയർ മാഷ് കൊടുക്കാതിരുന്ന മുട്ട ഉൽപ്പാദനം വളരെ കുറയും. ലെയർ മാഷ് അതുകൊണ്ട് എല്ലാ കോഴികൾക്കും നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ആ ഫുഡ് കൊടുത്താലേ അത് കൃത്യമായ രീതിയിൽ, അതായത് അതിന് ഓരോ കോഴിക്ക് ഓരോ മുട്ട ഉൽപ്പാദനം ഇത്ര കാണും എന്നൊരളവുണ്ട്, കണക്കുണ്ട്. അപ്പോൾ അത്രയും മുട്ട നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ലെയർ മാഷ് കൊടുത്താലേ പറ്റൂ. പക്ഷേ ലെയർ മാഷ് തന്നെ നമ്മൾ 120 ഗ്രാമും കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇപ്പോൾ BV380 മാത്രമല്ല, ഏത് തരം കോഴിയാണെങ്കിലും നമുക്കിപ്പോൾ അടച്ചിട്ട് വളർത്താനേ നിവർത്തിയുള്ളൂ. തുറന്നു വിട്ടാൽ പരാതികൾ ഏറെയാണ്. നല്ലവണ്ണം ചിരിച്ചുകൊണ്ടിരിക്കുന്ന അയൽവക്കത്തെ ചേച്ചിയൊക്കെ മുഖം മുറിഞ്ഞ് അല്ലെങ്കിൽ നമ്മളുടെ ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് വിഷമോ സങ്കടമൊക്കെ വരും. അപ്പോൾ നമ്മളെ കോഴിയെ നമുക്ക് കൊടുക്കാനും തോന്നില്ല. അപ്പോൾ നമ്മൾ എന്തിനാണ് അവസാനം തിരഞ്ഞെടുക്കുന്നത്? അടച്ചിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുക, ആ ഒരു രീതിയിലേക്ക് നമ്മളെത്തും. അപ്പം പിന്നെ സ്ഥലക്കുറവ്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരും ഇപ്പോൾ അടച്ചിട്ട് തന്നെയാണ് കോഴിയെ വളർത്തുന്നത്. നമുക്കുള്ള ആ വരുമാനം ഒരിക്കലും നമുക്ക് വേണ്ടാന്ന് വയ്ക്കാൻ പറ്റില്ല. BV380, കൈരളി, ഗ്രാമശ്രീ, ഗ്രാമലക്ഷ്മി, ഗിരിരാജ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കോഴികളിൽ നിന്നും BV380 മാത്രം മാറ്റി നിർത്തി ബാക്കിയുള്ള കോഴികളെ എടുക്കുക. അപ്പോൾ ഒരു ദിവസം ഈ മുട്ടയിടാറായ കോഴി അത് മുതൽ മുട്ടയിട്ട് തീരുന്നത് വരെയുള്ള കാലയളവിൽ കോഴിക്ക് കൊടുക്കേണ്ട തീറ്റയുടെ അളവ് 120 ഗ്രാം. അങ്ങനെ വരുമ്പോൾ 100 കോഴിക്ക് 12 കിലോ തീറ്റ വരും. ആ 12 കിലോ തീറ്റയിൽ നമ്മൾ അടച്ചിട്ട് വളർത്തുന്നു എന്നുള്ള കാരണം കൊണ്ട് തന്നെ നമ്മളിൽ പലരും ഈ 12 കിലോ ലെയർ മാഷ് കൊടുക്കും.
അല്ലെങ്കിൽ 10 കിലോ ലെയർ മാഷ് കൊടുക്കും. എന്നിട്ട് ബാക്കി ചോറോ അങ്ങനെ എന്തെങ്കിലും ഇലവർഗ്ഗങ്ങളോ ഒക്കെ കൊടുത്ത് നമ്മൾ 12 കിലോയിൽ എത്തിക്കും. ചിലപ്പോൾ 12 കിലോയിൽ കൂടുതൽ പോകും. എന്തായാലും 12 കിലോയിൽ കുറയ്ക്കാൻ നമ്മൾ നോക്കില്ല. നമ്മളെ കോഴി വിശന്നിരിക്കാൻ പാടില്ലല്ലോ എന്നുള്ള ചിന്ത, അല്ലെങ്കിൽ മുട്ട ഉൽപ്പാദനം കുറഞ്ഞു പോയാലോ എന്നുള്ള പേടിയൊക്കെ കാരണം. അപ്പം നമ്മൾ ചെയ്യേണ്ടത് തൽക്കാലം ആ പേടിയൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. നമ്മൾ ഈ 12 കിലോ തീറ്റയിൽ ലെയർ മാഷ് മാത്രം 3 കിലോ കൊടുത്താൽ മതി. ലെയർ മാഷ് 3 കിലോ ഒരു ദിവസം കൊടുത്താൽ മതി. ബാക്കിയുള്ളതിൽ 5 കിലോ ഗോതമ്പ് തവിട് ഉൾപ്പെടുത്തണം. 3 കിലോ ലെയർ മാഷ്, 5 കിലോ ഗോതമ്പ് തവിട്, അപ്പോൾ 5 3 8 കിലോ ആയി. ബാക്കിയുള്ള 4 കിലോയിൽ നമ്മുടെ വീട്ടിൽ വരുന്ന വേസ്റ്റും പച്ചിലയും ഉൾപ്പെടുത്തണം. പിന്നെ ധാരാളം വെള്ളം കുടിക്കാനും ഇതിന് നൽകണം. കാരണം നമ്മൾ ഈ ലെയർ മാഷും ഗോതമ്പ് തവിടും ഒക്കെ കൊടുക്കുമ്പോൾ, അതായത് ഗോതമ്പ് തവിട് ലെയർ മാഷ് ഒരിക്കലും നനച്ചു കൊടുക്കാൻ നിൽക്കരുത്. അതിന് നമ്മൾ പ്രത്യേകം തയ്യാറാക്കിയ പാത്രത്തിൽ തട്ടി കൊടുക്കുകയേ ചെയ്യാവൂ. കാരണം അങ്ങനെ കൊടുക്കുമ്പോൾ അതിൽ പരസ്പരമുള്ള കൊത്തുകൂടിൽ നിന്ന് ഒഴിവാവാം. അതിന് ആഹാരം ആവശ്യം വിശക്കുമ്പോഴൊക്കെ കൊത്തി കഴിക്കാനുള്ള ഒരു ഇതുണ്ടാവും. പിന്നെ നമ്മൾ കുഴച്ച് കൊടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുഴച്ച് കൊണ്ടുവന്നിട്ടുമ്പോൾ തന്നെ അവർ ഈ കിട്ടുന്ന തീറ്റ മുഴുവൻ 1 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് മുഴുവനും തിന്നോർത്തിട്ട് നിൽക്കും. വെറുതെ നിൽക്കില്ല, അത് പരസ്പരം കൊത്തുകൂടി മുറിവേൽപ്പിച്ച് പ്രശ്നമാവും. അപ്പോൾ അതിന് നിൽക്കാതെ നമ്മൾ നനച്ച് കൊടുക്കാതെ, നനയ്ക്കാതെ പൊടിത്തീറ്റ അങ്ങനെ പൊടിയായി തന്നെ അതിന് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ഇത് കേൾക്കുമ്പോൾ ആരും വെറുതെ പറയാണ് കോഴി മുട്ടയുൽപ്പാദനം കുറയും എന്നൊന്നും ആരും ചിന്തിക്കേണ്ട. നിങ്ങളിതാ ഇന്ന് മുതൽ ഈ വീഡിയോ കാണുന്ന പിറ്റേ ദിവസം മുതൽ അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ചെയ്തോളൂ. 2 ആഴ്ചക്കകം നിങ്ങളെ കോഴി, നിങ്ങൾ ഈ 10 കിലോയോ 6 7 ലെയർ മാഷ് കൊടുത്തുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഈ 3 കിലോ തീറ്റയിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന അത്രയും മുട്ട, അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉറപ്പായും കിട്ടും. പിന്നെ BV380 കോഴിയാണെങ്കിൽ ഇതിൽ 12 കിലോ, 100 കോഴിക്ക് 12 കിലോ തീറ്റ കണക്കിൽ BV380ക്ക് നേർ പകുതി ലെയർ മാഷ് കൊടുക്കണം. അതായത് 6 കിലോ ലെയർ മാഷ് BV380 കൊടുക്കണം. ബാക്കി 6 കിലോ ഞാൻ കൊടുക്കുന്നത് ഗോതമ്പ് തവിടാണ്. പിന്നെ ആവശ്യത്തിലധികം വെള്ളം എപ്പോഴും നമ്മുടെ കൂട്ടിൽ റെഡി ആയിരിക്കണം. വെള്ളമില്ലാതെ ഒരിക്കലും കോഴി നല്ല രീതിയിൽ മുട്ട ഉൽപ്പാദനം നടക്കില്ല. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങളെല്ലാവരും ചെയ്യണം. നമ്മൾ പാക്കറ്റ് ഫുഡ് ഈ ഉയർന്ന വിലയിൽ വലിച്ചു വാരി കൊടുക്കാതെ ആവശ്യത്തിന് മാത്രം കൊടുത്ത് നല്ല ക്വാളിറ്റിയുള്ള മുട്ട നമുക്ക് വില കുറഞ്ഞ ചിലവിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് മുതൽ ചിന്തിച്ച് അതിനു വേണ്ടി നമ്മുടെ പൈസ, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന നമ്മുടെ പൈസ വെറുതെ കളയാതെ നമ്മൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് തീർച്ചയായിട്ടും എല്ലാ കോഴി കർഷകർക്കും ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ നാളെ മുതൽ നിങ്ങളെ കോഴി ഫാമിൽ പരീക്ഷിച്ച് നോക്കണം. 100% വിജയം ഉറപ്പുള്ളൊരു കാര്യമാണ്. ഓക്കെ, ബൈ.